നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശാലിനി, എവിടെയാണോ ഇയാള്? വർഷാറ് കഴിഞ്ഞു. എന്റെ കാഴ്ചവട്ടത്തിൽ നിന്ന്, എന്റെ കാതോരത്തിൽ നിന്ന് എങ്ങോട്ടാണോ ഇയാൾ പറന്നുപോയെ? സത്യം ചെയ്തില്ലെങ്കിൽ ഈ അമ്മയുടെ ചാവും കാണേണ്ടി വരും നിനക്ക്. വിഷ്ണുട്ടാ, വിഷ്ണുച്ചാ, ആരുടെ കൊലുസ്? അത് വിഷ്ണുവച്ചന് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളുടെ. ആളിപ്പോ എവിടെയാ? അറിയില്ല. എപ്പോ വരും? അതും അറിയില്ല. പപ്പിമോൾക്ക് എപ്പോഴാ ആളെ ഒന്ന് കാണാൻ കഴിയാ? ആള് വന്നാൽ ഉടനെ പപ്പി മോളെ കാണിച്ചു തരാം കേട്ടോ. വാ. വിഷ്ണുവച്ചൻ വിഷമിക്കണ്ട കേട്ടോ, ഉടനെ വരും ആള്. ഉമ്മ നല്ല കൊലുസ് അല്ലേ വിഷ്ണുവച്ചാ? അമ്മേ, അമ്മ കരയാണോ? ഇല്ല മോളെ. അയ്യേ, അമ്മ എന്തായി കാട്ടുന്നേ? കണ്ണീരൊപ്പാനല്ലേ കൈലേസ്? അതെ മോളെ, ഈ കൈലീസ് തന്നെയാ എന്റെ കണ്ണീരൊപ്പേണ്ടത്. എന്തിനാ അമ്മ കരയുന്നേ? സങ്കടം കൊണ്ടല്ല, ചിലപ്പോ നമ്മള് സന്തോഷം വന്നാലും കരയില്ലേ? അമ്മക്കിപ്പോ സന്തോഷാ? എന്താ അമ്മ കാര്യം? അമ്മയ്ക്ക് എല്ലാരെയും തിരിച്ചു കിട്ടിയില്ലേ? അച്ഛനെയും അമ്മയും ചേച്ചിയും എല്ലാം. പക്ഷേ എന്റെ അച്ഛൻ എവിടെ അമ്മേ? അച്ഛൻ വരും മോളെ. എപ്പോ? ഉടനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഏട്ടൻ എന്തിനാ അവരോട് സംസാരിക്കുന്നേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങളൊന്നും പറയണ്ട. നിത്യേച്ചിയുടെ കല്യാണം മുടക്കാൻ വേണ്ടി ഓടി നടക്കുവല്ലേ നിങ്ങള്? ഇപ്പൊ ഇവിടെ വന്ന് അഭ്യാസം കാണിക്കുവാണോ? അയ്യോ മോളെ, ഞങ്ങള് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു. ഏട്ടന്മാര് രണ്ടാളും എന്നോട് ക്ഷമിച്ചു. ഞാനും മോനിപ്പോ നിത്യയുടെ വീട്ടിലല്ലേ, അതുകൊണ്ടല്ലേ ബന്ധുക്കാരുടെ അടുത്തൊക്കെ വന്നത്. വേണ്ട, ഏത് വേഷം കിട്ടാനും നളിനിക്ക് ബുദ്ധിമുട്ടില്ലാന്ന് എനിക്കറിയാം. നാണോ മാനോ ഇല്ലാത്തവർക്ക് എന്തു ആവാലോ. പക്ഷേ ഏട്ടന്മാരെ പറഞ്ഞു പറ്റിച്ച കാര്യങ്ങൾ കൊണ്ട് ഇവിടെ കയറിക്കൂടാന്ന് കരുതരുത്. സുജാതയ്ക്ക് ഇഷ്ടമല്ലാത്ത ആരും ഈ വീടിനകത്ത് കയറുന്നത് എനിക്ക് ഇഷ്ടമല്ല. മനസ്സിലായോ? ഞാൻ ഇവിടേക്ക് വരാൻ പോകുന്ന പെണ്ണിന്റെ അമ്മായിയാണ്. അതിന്
ഒരുപാട് മുൾച്ചെടികൾക്കിടയിൽ നിന്നും ഒരു മനോഹരമായ പൂവ ഞങ്ങൾ തെരഞ്ഞെടുത്തത്. അത് മാത്രമേ ഈ കുടുംബം സ്വീകരിക്കൂ. ഇറങ്ങാൻ അല്ല ഇറങ്ങാൻ. നിർത്തി, എല്ലാം നിർത്തി. ഞാൻ പോവാ. ടാറ്റാ. ഇയാളെന്തൊരു മനുഷ്യനാ. എല്ലാരും കൂടെ തുനിഞ്ഞിറങ്ങിയിരിക്കുക അവളെ സംരക്ഷിക്കാൻ. നന്നായി അച്ഛാ, അവർക്ക് ഇത് തന്നെ കിട്ടണം. എല്ലാവർക്കും ഇപ്പൊ എന്നെയാണ് വിശ്വാസമില്ലാത്ത. അയ്യോ ഞാനില്ലേ. പറയാനുള്ളത് പറഞ്ഞിട്ട് പോയാ മതി. ഇനി ഇപ്പൊ അത് പറഞ്ഞ മോനും കൂടെ എന്നെ തെറ്റിദ്ധരിക്കും. പറ. അത് പിന്നെ മോൻ ഇത്രയും വലിയ കൊട്ടാരത്തില് രാജകുമാരനെ പോലെ കഴിയുന്ന ഒരുത്തനല്ലേ. മോന് വഴി തെറ്റി നടക്കുന്ന ഒരു പെണ്ണിന് ആവശ്യമുണ്ടോ? വഴി തെറ്റി നടക്കുന്നതോ? എന്റെ പൊന്നു മോനെ, അച്ഛനും മോളും കൂടെ കല്യാണത്തിന് കാശുണ്ടാക്കാനെന്നും പറഞ്ഞ് എന്തൊക്കെയാ കാണിച്ചു കൂട്ടണെന്ന് അറിയാമോ? അവിടെ നേരം വെളുക്കുമ്പോ പോയാ വൈകുന്നേരാ കേറി വരിക. ഈ നേരം വരെ എന്തെടുക്കുവാന്ന് ചോദിച്ച ഒറ്റ ചാട്ടവാ എന്റെ നേർക്ക്. അല്ല, അവള് ചെല്ലുന്നിടത്തെ ഈ കാശം പിടിച്ചു നിൽക്കുന്നത് ആരാ? അതിന് മാത്രം അവക്കെന്താ ഇത്ര പണി? ദേ, അമ്മായി ദോഷം പറയാണെന്ന് കരുതരുത്. കുറച്ചു നാള് കഴിഞ്ഞ് തെറ്റായ വഴി കൂടെ പൈസയൊക്കെ ഉണ്ടാക്കി കല്യാണം കഴിച്ചു കഴിയുമ്പോ വഴി കൂടെ പോണവരൊക്കെ മോനെ കണ്ടിട്ടേ ദേ ഇങ്ങോട്ട് നോക്ക് എന്നൊരു ചിരിയിരിക്കും. അതെന്തിന്റെ പേരിലാണെന്ന് അമ്മായി പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. എന്നാ അമ്മായി പോട്ടെ മോനെ. പോയാച്ചാ സാറേ, അവരെന്നാ ചൊല്ലിച്ച്? കല്യാണം മുടക്കാനുള്ള വഴി നിത്യ തന്നെ കാണിച്ചു തരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നെ ഈ വീട്ടിൽ വെച്ച് മുഖാമുഖം കണ്ടിട്ടും നന്ദൻ കൊല്ലാതെ വിട്ടത് നിന്റെ ശുപാർശ കൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ നിന്റെ സൗജന്യത്തിൽ അവന്തികയ്ക്കൊരു ജീവിതം വേണ്ടെങ്കിലോ? നിന്റെ കാൽച്ചുവട്ടിൽ അടിമയ്ക്ക് തുല്യം ജീവിക്കുന്നതിനേക്കാൾ അവന്തികയ്ക്ക് ഇഷ്ടം രാജാവിനെ പോലെ തന്നെ മരിക്കുന്നതാ. അതുകൊണ്ട് നീ ഇപ്പൊ കൊണ്ടുവന്ന അതിഥിയോട് പറഞ്ഞേക്കണം, എന്നെ അങ്ങ് കൊന്നു കളഞ്ഞേക്കാൻ. അതല്ല, എന്നെ ഈ വീട്ടിലിട്ട് ഭരിക്കാനും കഷ്ടപ്പെടുത്താനുമാണ് നീയൊക്കെ കണക്കൂട്ടിയിരിക്കുന്നെങ്കിൽ അത് വെറും സ്വപ്നം മാത്ര. ശരിക്കും നിങ്ങൾ നന്ദനെ രക്ഷപ്പെടുത്തിയെന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്. എന്നാൽ അങ്ങനെ അല്ല. നേർച്ചക്കോഴിയെ പോലെ നന്ദനെ വീണ്ടും എന്റെ മുന്നിൽ എത്തിച്ചു. കഴുത്തറുത്ത് നിലത്തിടു അവന്തിക, അതും ഭാര്യയായി ഒപ്പം താമസിച്ചുകൊണ്ട് തന്നെ. നിർത്തടി. ഏട്ടത്തിയുടെ സംസാരത്തിനെ ശരിക്കും അങ്ങനെയാ പറയേണ്ടത്. കഴുത്തറക്കുന്നത് പോയിട്ട് ഇവിടെ ആരുടെയും ദേഹത്ത് തൊടാൻ പോലും പോകുന്നില്ല നിങ്ങള്. അത് ഞങ്ങളെ പോലെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഈ പറയുന്നതിനൊക്കെ ഒറ്റ പേരേ ഉള്ളൂ. അതിന്റെ പേരാണ് ഭയം. നന്ദേട്ടനെ കണ്ട് പകച്ചു നിന്നതുപോലെ തന്നെയാ ഇനി അങ്ങോട്ടുള്ള ഓരോ നിമിഷവും. ഓരോന്നും കണ്ടും കേട്ടും ഞെട്ടാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ തല്ലും കൊല്ലും എന്നൊക്കെ ഇതുപോലെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കാം. ഇതാളുകള് വേറെ ആയതുകൊണ്ട് ആ ഭീഷണിയിൽ ഒരു തരി പോലും പേടി ഞങ്ങൾക്കില്ല. നന്ദേട്ടന്റെ വരവ് നിങ്ങൾക്ക് ഗുണമാണോ ദോഷാണോന്ന് നിങ്ങളുടെ കവിള്ള പാട് കണ്ടാ അറിയാം.
എവിടെയും കയറി ചെന്ന് ചോദിച്ചു വാങ്ങുന്ന സ്വഭാവം നിങ്ങൾക്കുള്ളതാ. അത് അടിയായാലും ഇതുപോലെ വർത്തമാനം ആയാലും. നേരത്തെ എന്താ പറഞ്ഞേ? എന്റെ സൗജന്യം ആവശ്യമില്ലെന്നോ? നിങ്ങളെ കൊല്ലണോ എന്ന ഉദ്ദേശത്തിൽ മാത്രം ഇതുവരെ ജീവിച്ച നന്ദേട്ടനെ ഞാനാ പറഞ്ഞ അതിൽ നിന്ന് മാറ്റിയത്. അത് നിങ്ങൾക്ക് മാപ്പ് തന്നതുകൊണ്ടൊന്നുമല്ല. ഇത്രയും കാലം ദുരിതം അനുഭവിച്ച ആ പാവം മനുഷ്യൻ അച്ഛനോടും സഹോദരങ്ങളോടും കുറച്ചു കാലം കൂടി സന്തോഷത്തോടെ കഴിയട്ടെ എന്ന് കരുതിയിട്ട് ഇന്നു മുതൽ അവന്തികയുടെ ഓരോ ദിവസവും അർച്ചനയുടെ സൗജന്യം തന്നെ. അർച്ചന തരുന്ന വെറും സൗജന്യം. ആ സൗജന്യം ദുരുപയോഗം ചെയ്തു എന്ന് അറിയുന്ന നിമിഷം ഈ പരിമിതമായ ഓഫർ അർച്ചന തിരിച്ചെടുക്കും. പിന്നെ ഇതുപോലെ രണ്ടു കാലിൽ നിൽക്കാൻ അവന്തിയേക്ക് ആവതുണ്ടാവില്ല. അതിനാരുടെ സഹായം അർച്ചനയ്ക്ക് ആവശ്യവുമില്ല. വാ ഡോക്ടർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മഹേട്ടാ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? നിർത്തടി നിന്റെ അഭിനയം. എന്റെ അമ്മയെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചിട്ട് അവളുടെ ഒരു സുഖാന്വേഷണം. ദേ, നിന്റെ കള്ളത്തരമൊന്നും ഇവിടെ വേണ്ട. ഇവളെ ഇനി ഈ വീട്ടിൽ നിർത്തരുത്. ഇവിടന്ന് ഇറക്കി വിടണം. വെറുതെ ഇറക്കി വിട്ടാ പോരാ, പിടിച്ചേ പോലീസിനെ ഏൽപ്പിക്കണം. ആ സമയത്ത് ഞാനിവിടെ ഇല്ലാതായിപ്പോയി. അല്ലെങ്കിൽ ആശുപത്രി വെച്ച് തന്നെ നിന്നെ പോലീസ് പിടിച്ച് ഏൽപ്പിച്ചേനെ. അജിത്തേട്ടന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ടാ ഇപ്പൊ ഞങ്ങൾ അവിടെ നിൽക്കുന്നത്. അമ്മയ്ക്ക് നീ വിഷം കൊടുത്ത കാര്യം അറിഞ്ഞിട്ടേ നിന്നെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തില്ലേന്നാ അജിത്തേട്ടൻ വിളിച്ചപ്പോ ചോദിച്ചത്. അവിടുന്ന് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാ. അല്ലെങ്കിൽ അജിത്തേട്ടൻ എപ്പോഴേ ഇങ്ങോട്ട് വന്നേനെ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ആന്റിക്ക് കൊടുത്ത ജ്യൂസില് എങ്ങനെയാ വിഷം കലർന്നെന്ന് എനിക്കറിയില്ല. വിഷം എന്തായാലും ആരും ചേർക്കാതെ അതിന്റെ ഉള്ളിലേക്ക് വരില്ലല്ലോ. നീ ഉണ്ടാക്കിയ ജ്യൂസ് നീ തന്നെ കൊണ്ടുകൊടുത്തു. അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ നീ അല്ലാതെ പിന്നെ ആരാ വിഷം ചേർക്കുന്നത്? അടുക്കളയിൽ സീമ ഉണ്ടായിരുന്നെങ്കിൽ അവളെ കൂടി സംശയിക്കായിരുന്നു. പക്ഷെ സീമ ഇല്ലായിരുന്നല്ലോ, അവൾ ലീവായിരുന്നില്ലേ? അതെ. ദേ, നീ എന്തിനാണ് അമ്മയെ കൊല്ലാൻ നോക്കിയതെന്ന് എനിക്കറിയണം. അത് പറയാതെ നിന്നെ ഇവിടുന്ന് വിടുമെന്ന് നീ കരുതണ്ട. അതിത്ര അറിയാനെന്തിരിക്കുന്നു? അമ്മ മരിച്ചാ പിന്നെ ഇവളല്ലേ കൈലാസം വീട്ടിലെ രാജ്ഞി. മഹിയേട്ടന്റെ ഭാര്യയ്ക്കല്ലേ സർവ്വ അധികാരവും. അതിനു വേണ്ടി തന്നെയാവും അമ്മയെ ഇല്ലാതാക്കാൻ നോക്കിയത്. ഞാൻ മനസ്സിൽ പോലും ആലോചിക്കാത്ത കാര്യങ്ങള് ഇങ്ങനെ പറയുന്നത് കഷ്ടമാണ്. അമ്മയ്ക്ക് ശേഷം എന്നെയും രാഹുലിനെയും മഹിയേട്ടനെയും നീ ഇല്ലാതാക്കൂ. നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ആർക്കറിയാം? വീട്ടിലുള്ളവരെ തെളിവില്ലാതെ കൊന്ന് സ്വത്ത് സ്വന്തമാക്കുന്ന ആളുകളുള്ള കാലമാ ഇത്. ദേ, നീ അത്തരത്തിലുള്ള സൈക്കോയാണെന്ന് ആർക്കറിയാം? മഹിയേട്ടാ, ഇവളെ ഒന്നും ഇനി ഈ വീട്ടിൽ താമസിക്കാൻ അനുവദിക്കരുത്. ഇറക്കി വിട്ട് കഥ കടക്കിയാ വേണ്ടത്. ചില കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗംഗ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. ഇത് ചെയ്തത് ഗംഗയാണോ അതോ ഗംഗയെ പ്രതിയാക്കാൻ മറ്റാരെങ്കിലും തന്ത്രപൂർവ്വം ചെയ്തതാണോ എന്ന് അറിയണം. അത് ഞാൻ കണ്ടുപിടിക്കും. ഇത് ചെയ്തത് ആരാണെങ്കിലും അവർക്ക് ഈ വീട്ടിൽ പിന്നെ സ്ഥാനം ഉണ്ടാവില്ല. അത് ഗംഗയാണെങ്കിലും മറ്റാരായാലും ആ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാവില്ല.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, അമ്മേ, ഇനി പേടിക്കാനൊന്നുമില്ല. നാളെ ഡിസ്ചാർജ് ചെയ്യാം. ശരി ഡോക്ടർ. ശരി. മഹി, ഇവൾ എനിക്ക് തന്ന ജ്യൂസിലല്ലേ വിഷം ഉണ്ടായിരുന്നത്? എനിക്ക് വിഷം തന്നവളെ നീ ഇപ്പോഴും കൂടുതലും നിർത്തിയിരിക്കുവാണോ? അമ്മേ, അത് അയ്യോ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ജ്യൂസിലൊന്നും ചേർത്തിട്ടില്ല. നീ പറഞ്ഞ ഉടനെ ബാക്കി എല്ലാവരും ഒന്ന് വിശ്വസിച്ചോണം, അങ്ങനെയാണോ? അതൊന്നും നടക്കില്ല ഗംഗേ. നീയാണത് ചെയ്തതെന്നും എന്തിനാണ് ചെയ്തതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ഗംഗ ഇവിടെ നിന്ന് വെറുതെ അമ്മയുടെ പ്രഷർ കൂട്ടണ്ട. ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് മഹിയേട്ടന് അറിയാം. അതാ ഞാൻ തിരിച്ചു വരട്ടെ എന്ന് ചോദിച്ചപ്പോ മഹിയേട്ടൻ സമ്മതിച്ചത്. അങ്ങനെ അവനെ പറഞ്ഞു പറ്റിക്കാൻ നിനക്ക് സാധിക്കും. എന്റെ അടുത്തത് നടക്കില്ല. എനിക്ക് നിന്നെ കാണണ്ട. ഇറങ്ങിപ്പോ ഇവിടുന്ന്. നീ ഇത്രയ്ക്ക് പാവമാകരുത് മഹി. ഇപ്പൊ എനിക്ക് വിഷം തന്നവൾ നാളെ നിനക്കും വിഷം തരാൻ മടിക്കില്ല. നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കുമ്പോ ഗൗരിയുടെ ആത്മാവ് ഗംഗയുടെ ശരീരത്തിൽ പ്രവേശിച്ച് നിങ്ങളെ ഉപദ്രവിക്കുന്നു. ഗൗരിയുടെ ആത്മാവിനെ തളയ്ക്കാതെ ഗംഗയെ തൊടാൻ പോലും നിങ്ങൾക്ക് സാധിക്കില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഗൗരിയുടെ ആത്മാവ് കാരണം എന്റെ മോൾക്കൊരു ജീവിതം പോലും ഇല്ലാത്ത അവസ്ഥയായി. എങ്ങനെയെങ്കിലും ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഇനി ഗൗരി കൂടുതൽ ശക്തിയാവുമെന്നും അവളെ തളയ്ക്കാൻ സാധിക്കില്ലെന്നും പറഞ്ഞത്. പക്ഷെ എന്തെങ്കിലും വഴി കാണിച്ചു തന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങള് ജീവിതം അവസാനിപ്പിക്കേണ്ട അവസ്ഥയുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോ ഗൗരിയുടെ ആത്മാവ് തന്നെ ഞങ്ങളെ കൊന്നുകളയും. നിങ്ങൾ ഭയക്കണ്ട, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഇതിനു വേണ്ട ശാശ്വതമായ പരിഹാരം നമുക്കുണ്ടാക്കാം. നകുലാണല്ലോ അത്. അയാൾ എന്താ ഇവിടെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ അത് വിശ്വസിച്ചില്ലെങ്കിലും അവനെ നന്നായിട്ട് അറിയാവുന്ന എനിക്കതിൽ വിശ്വാസമുണ്ട്. നിന്റെ കുട്ടിക്ക് തിരിച്ചറിവ് വന്ന അച്ഛനെ കാണാൻ പോകും. ഒറ്റപ്പെട്ടു പോയ ആ അച്ഛനെ ആ കുട്ടി കൈവിടില്ല. ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നത് നീ മാത്രമാകും മോളെ. നിങ്ങൾക്കൊന്നിക്കാൻ ദൈവമായിട്ട് തന്ന ഒരു അവസരമായിട്ടാണ് അച്ഛൻ ഇതിനെ കാണുന്നത്. നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി വരികയാണ് മോളെ. സന്തോഷത്തോടെ നമുക്കതിനെ സ്വീകരിക്കണം. ഒരു കുഞ്ഞിനേക്കാളും വലുതായിട്ട് എന്താണ് മനുഷ്യനുള്ളത്? എന്തൊക്കെ സമ്പാദിച്ചാലും എത്ര സുഖജീവിതം നയിച്ചാലും ഒരു കുഞ്ഞില്ലാതെ ജീവിക്കേണ്ടി വന്ന
അതിനെ ജീവിതമായിട്ട് ആരെങ്കിലും കണക്കാക്കുന്നുണ്ടോ? രണ്ട് സ്വഭാവക്കാരായ വ്യക്തികളെ കൂട്ടിയിണക്കുന്ന പൊട്ടാത്ത കണ്ണികളാണ് മക്കൾ. സഞ്ജു അമ്മു നിന്നോട് ആ സത്യം പറഞ്ഞില്ല. അത് വലിയ തെറ്റ് തന്നെയാ. പക്ഷേ തെറ്റുകൾ ശരികൾക്ക് വേണ്ടി മാറാറുണ്ട്. നല്ലതിനു വേണ്ടി കള്ളം പറയുന്നത് തെറ്റായിട്ട് കാണാൻ പറ്റൂ? ഒരു കള്ളം കൊണ്ട് നന്മകൾ വരുമെങ്കിൽ ആ കള്ളം ഒരു അപരാധമായിട്ട് കാണാൻ പറ്റൂ? തെറ്റും ശരിയും ചേർന്നതല്ലേ ജീവിതം എന്ന് പറയുന്നത്? തെറ്റ് തിരുത്താൻ മനസ്സുണ്ടായ മാത്രം മതി. ഇവിടെ സഞ്ജു അമ്മുവും തെറ്റ് ചെയ്തത് അവര് സ്വാർത്ഥരായിട്ടല്ല. സഞ്ജുവിന് നീ ഇല്ലാതെ ജീവിക്കാനാവില്ലെന്ന് അമ്മുവിനറിയാം. അതുപോലെ അമ്മുവിന് നിന്റെ സന്തോഷത്തിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല. അവരാ സത്യം മറച്ചു വെച്ചുകൊണ്ട് നിനക്കും സഞ്ജുവിനും ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞു. അല്ലായിരുന്നെങ്കിൽ നൂല് പൊട്ടിയ പട്ടം പോലെ 3 കോണിലേക്ക് നിങ്ങൾ എന്നെ പറന്നു പോയനെ. മോളെ, ഇനിയെങ്കിലും ശാന്തമായിട്ട് നീയൊന്ന് ആലോചിച്ചു നോക്ക്. അച്ഛൻ നിന്നെ ഒരിക്കലും ഒരു ദുരന്തത്തിലേക്ക് പറഞ്ഞു വിടില്ല. സഞ്ജു ആരാണെന്നും അമ്മു എന്താണെന്നും അറിഞ്ഞിട്ടുള്ളവനാ ഞാൻ. സത്യം നേരത്തെ അറിഞ്ഞിട്ടും ഞാനത് മനസ്സിൽ വെച്ചത് എന്റെ മകൾ ചതിയനായ ഒരു ഭർത്താവിന്റെ കൂടെ കഴിഞ്ഞോട്ടേന്നല്ല. അവൻ ചതിയനായിരുന്നെങ്കിൽ അവന്റെ ചെകിട്ടത്തഴിച്ചിട്ട് അച്ഛൻ നിന്നെ കൊണ്ട് ആ വീടിന്റെ പടി ഇറങ്ങുമായിരുന്നു. മോളെ, ഞാൻ സഞ്ജുവിനെ വിളിച്ച് വിവരം പറയാം. അവൻ വന്ന് വിളിച്ച മോളെ കൂടെ പോണം. അച്ഛൻ പറയുന്നത് മോൾ അനുസരിക്കണം. അങ്ങനെ അവന്റെ രണ്ടാം ഭാര്യയായി എന്റെ മോൾ അവിടെ വലിഞ്ഞു കയറി ചെല്ലാൻ പാടില്ല. അമ്മൂനെ അടിച്ചിറക്കി പുണ്യാഹം തളിച്ചിട്ട് മതി എന്റെ മോൾ അവിടെ കാലുകുത്തുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ പറഞ്ഞത് ശരിയാ കാഞ്ചനെ. എന്റെ കുലവും കുടുംബമൊന്നും എനിക്കറിയില്ല. ഞാനൊരു അനാഥയ. ഇവളും ഒരു അനാഥയ. ഒരനാഥയ്ക്ക് മറ്റൊരനാഥയെ തിരിച്ചറിയാൻ കഴിയും. എന്റെ മോന് നല്ലൊരു മനസ്സുണ്ടായതുകൊണ്ട് മരണത്തിലേക്ക് പോയ ഒരു ജീവനെ രക്ഷിച്ചു. പെണ്ണെന്നല്ല ഞാൻ വിശ്വസിക്കുന്നത്, ഒരു ജീവനായിട്ട്. ഇവളെ കൂടെ പൊറപ്പിക്കാന്ന് അവൻ വാക്ക് കൊടുത്തിട്ടല്ല കൂടെ കൊണ്ടുപോകുന്നത്. ഇവൾക്കൊരു ജോലി വാങ്ങിക്കൊടുത്ത് സംരക്ഷിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ട് അവൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഇവൻ അവളെ ഭാര്യയോ ഇവൾക്ക് അവന് ഭർത്താവോ ആയിരുന്നില്ല അന്നും ഇന്നും. അമേരിക്കയിലെ വലിയ ഡോക്ടേഴ്സ് ഒക്കെ കൈയൊഴിഞ്ഞിട്ടും നിന്റെ മകൾ നിന്റെ മുന്നിൽ നടന്നു കാണുന്നത് നീ അടിച്ച് നാട് കടത്താൻ വന്ന ഈ പാവം പെണ്ണ് കാരണോ? ആ മനയിൽ നടന്നതൊക്കെ മറന്ന് സംസാരിക്കാൻ നിനക്ക് കഴിയൂ. നൊന്തുപെറ്റ മറ്റൊരമ്മയ്ക്കും അതിന് കഴിയില്ല. ഇവളോട് നിനക്ക് ക്ഷമിച്ചു കളയാവുന്ന തെറ്റ് മാത്രമേ അവള് ചെയ്തിട്ടുള്ളൂ. ഇവൾ ആരാണെന്ന് നിന്റെ മോളോട് പറഞ്ഞില്ല. ഇവളത് പറയാതിരുന്നത് സഞ്ജുവിനും ശ്രീകുട്ടിക്കും ഒരു ജീവിതം കിട്ടാൻ വേണ്ടിയാ.
ഇവള് സ്വയം ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്ക്. ഇനി നീയായിട്ട് അവളെ തല്ലിയിറക്കാൻ നിൽക്കണ്ട. ഇരുപത്തിയേഴ് വർഷം മുൻപ് നീ ഈ വീട് വിട്ടു പോകാൻ കാരണം ഞാനായിരുന്നല്ലോ. മുകുന്ദേട്ടൻ ഒരു അനാഥ പെണ്ണിനെ കൈപിടിച്ചു കൊണ്ടുവന്നിട്ട് ആ തെറ്റ് എനിക്ക് തിരുത്താൻ സമയമായി. ഇവൾക്കൊപ്പം ഞാനും ഈ വീടിന്റെ പടിയിറങ്ങുക. ദേവി, അയ്യോ അരുതേ അമ്മേ, ഞാൻ പോയിക്കോളാം. നീയും ഇവളും പോയാൽ എന്റെ മോളി ഈ വീടിന്റെ പടി കയറുമെന്ന് നീ കരുതുന്നുണ്ടോ? അവള് വരില്ല, ഈ ജന്മം അവള് വരില്ല. ശ്രീദേവി, നീ ഒരിക്കൽ ഈ കുടുംബം തകർത്തതുപോലെ ഇവള് എന്റെ മോളുടെ ജീവിതം തകർത്തെറിഞ്ഞിട്ട് ഇവിടുന്ന് പോകുന്നത്. അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തേണ്ട ഗതിയാ എന്റെ മോൾക്ക് വന്നിരിക്കുന്നേ. ശ്രീകുട്ടി പ്രഗ്നന്റാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സർ, ദേ കുഞ്ഞിന്റെ അമ്മ വന്നു. എന്താ സാറേ? അമ്മേ, സാറിന് ഈ പാവ വേണം. സാറ് നേരത്തെ 2000 രൂപ തന്നിട്ട് ഈ പാവ കൊണ്ടുവന്ന് നിന്നതാ. ഞാൻ പറഞ്ഞു അമ്മ വരട്ടേന്ന്. ആണോ? ഇതിന് 2000 രൂപയൊന്നും അല്ല സാർ, 250 രൂപയേ ഉള്ളൂ. അറിയാം, പക്ഷേ ഞങ്ങൾക്ക് പോകാൻ അല്പം ധൃതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാ 2000 രൂപ കൊടുത്തിട്ട് ഇതെടുത്തിട്ട് പോവാന്ന് കരുതിയത്. മോളെ, ആ പാവ അങ്ങ് കൊടുക്ക. ഇതാ സാറേ. ബാക്കി വെച്ച് പോവാം. പാവ 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 വേണോ? പാവ 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 വേണോ? പാർവതി, അന്ന് ഞാനും വിനയും മാത്ര. വിപിൻ ജനിച്ചതേ ഉള്ളൂ. ഞങ്ങളെ 3 പേരെയും ഒരുപോലെ കണ്ണിലെ കൃഷ്ണമണി പോലെയാ പ്രഭാവതി അമ്മ വളർത്തിയത്. ഒരുപക്ഷെ അവരെ 2 പേരെക്കാളും എനിക്കായിരുന്നു അമ്മ ശ്രദ്ധ നൽകിയിരുന്നെന്ന് പറയാം. ശരിക്കു പറഞ്ഞ ഗായത്രി അമ്മ ഇല്ലാതിരുന്നതിന്റെ കുറവറിയിക്കാതെ പ്രഭാവതി അമ്മ എന്നെ വളർത്തിയത്. ആ അമ്മയ്ക്ക് എന്ത് സമ്മാനം കൊടുത്താലും എനിക്ക് മതിയാവില്ല. പക്ഷെ ഈ പാവ കണ്ടപ്പോ ഇത് അമ്മയ്ക്ക് സമ്മാനിക്കണമെന്ന് എനിക്ക് തോന്നി. എന്താ, ഇങ്ങനൊരു ചെറിയ സമ്മാനമെങ്കിലും അമ്മയ്ക്ക് കൊടുക്കണ്ടേ പാർവതി? പാവം വിശാൽ സാറ് ഉള്ളറിഞ്ഞ് നിഷ്കളങ്കമായ സാറ് പ്രഭാവതി അമ്മയെ സ്നേഹിക്കുന്നത്. പക്ഷെ അവര് കാണിക്കുന്നത് മുഴുവൻ കപട സ്നേഹമാണെന്ന് സാർ അറിയുന്നില്ലല്ലോ. പ്രഭാവതി അമ്മ സ്നേഹിച്ച് വഞ്ചിക്കുകയായിരുന്നു എന്ന് സാർ അറിയുന്ന ദിവസം എങ്ങനെ അത് സഹിക്കും? സാറ് ആകെ തകർന്നു പോവും.
എത്രമാത്രം ആഗ്രഹിച്ച ഈ പാവ വാങ്ങിയത്. അമ്മയ്ക്ക് സമ്മാനമായി കൊടുക്കാൻ വച്ചിരുന്ന പാവ ഈ ഗതിയായി പോയല്ലോ. വിശാൽ സർ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ പൂജ വിപിനും പല്ലവിയും ചെയ്യുന്നത് നല്ലതെന്ന്. ഇപ്പോ ഗുരുജിയും അത് തന്നെയല്ലേ പറയുന്നേ? മോളെ പാർവതി, എന്റെ കാര്യത്തില് നിങ്ങൾക്ക് ആർക്കും ഒരു ടെൻഷനും വേണ്ട. സർ, പ്രഭാവതി അമ്മയ്ക്ക് ദോഷം വരുന്ന ഒരു കാര്യത്തിനും ഞാൻ കൂട്ടു നിൽക്കില്ല. അതുമാത്രമല്ല, ഗുരുജിയുടെ വാക്ക് നിഷേധിക്കാൻ എനിക്കും പറ്റില്ല. ഇതിപ്പോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഗുരുജിയെ തന്നെ നേരിട്ട് വിളിച്ചു വരുത്താം. ഇപ്പൊ വിളിച്ച ഗുരുജി ഉടനെ ഇവിടെ എത്തും. എന്നിട്ട് ഗുരുജി തന്നെ നേരിട്ട് അമ്മയെ പറഞ്ഞു ബോധ്യപ്പെടുത്തട്ടെ. അന്നേരം അമ്മയ്ക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഗുരുജിയോട് നേരിട്ട് തന്നെ ചോദിക്കാലോ. ഗുരുജി ഇവിടെ വന്നാ എല്ലാം പൊളിയും. ഞാൻ വിശാലിനോട് ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞത് കള്ളമായിരുന്നുവെന്ന് ഇവിടെ തെളിയും. അതുകൊണ്ട് ഗുരുജിയെ വരുത്താൻ നിൽക്കണ്ട. തൽക്കാലം ഇത് സമ്മതിച്ചു കൊടുക്കാം. അതാണ് ബുദ്ധി. എന്നാ പിന്നെ ഗുരുജിയെ വിളിച്ചു വരുത്തട്ടെ അമ്മേ. മോനെ, എടാ അത് വേണ്ട. എന്തിനാ വെറുതെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നേ? നിങ്ങൾ പറഞ്ഞതുപോലെയൊക്കെ തന്നെ നടക്കട്ടെ കാര്യങ്ങള്. വിപിനും പല്ലവിയും ചേർന്ന് ഈ പൂജ നടത്തട്ടെ. ആ ഗാർഗി, നീ പോയി വിപിനെ പല്ലവിയെ വിളിച്ചോണ്ട് വാ. പ്രഭാവതി അമ്മ, നിങ്ങൾ 8 അടി പാഞ്ഞ ഞാൻ 16 അടി പായും. പല്ലവി, പല്ലവി വന്നേ. അവിടെ ചേട്ടനും ചേച്ചിയും അമ്മയുടെ കൂടെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പൂജ നടത്താൻ റെഡിയായിരിക്കുക. നീ അങ്ങോട്ട് വന്നേ. ഇല്ല, ഞാൻ വരുന്നില്ല. നീ എന്താ അങ്ങനെ പറയുന്നത്? വരുന്നില്ല, അത്ര തന്നെ. കൂടുതൽ വിശദീകരിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. പല്ലവി, വലിയ ഭാഗ്യത്തെയാ നീ തട്ടിക്കളയാൻ പോകുന്നത്. എന്ത് ഭാഗ്യം? ഇടോ, ഈ പൂജ ചെയ്താലേ നമുക്ക് 2 കോടി രൂപയും ചന്തമുള്ളൊരു കുഞ്ഞാവി ഉണ്ടാവൂ. അതേടോ, അതിനൊക്കെ വേണ്ടിയാ താഴെ പൂജ നടത്തുന്നത്. താൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കാതെ എന്റെ കൂടെ വാടോ. ഈ പൂജയിൽ പങ്കെടുത്താ നമുക്ക് കുഞ്ഞും കോടിയൊക്കെ കിട്ടുമല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്. താനൊന്ന് വന്നേ. എങ്കിൽ ഞാൻ റെഡി ആയിട്ട് വരാം. ശരി, ഞാനും റെഡി ആവട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛാ, അത് അമ്മ ശ്യാമയ്ക്ക് കൊടുത്തില്ലേ ആ ഓട്സ്? അതിലൊരു മാരകമായ വിഷം ചേർത്തിരുന്നു. ഡോക്ടർ പറഞ്ഞതാ
കഴിച്ച ഓട്സിലൂടെയാ ശ്യാമയുടെ ഉള്ളില് വിഷം ചെന്നിട്ടുള്ളതെന്നാ റിസൾട്ട് വന്നത്. എനിക്കൊന്നും അറിയില്ല ആനന്ദേട്ടാ, അങ്ങനെ വരാൻ ഒരു വഴിയില്ല. വിഷോ? ഒരിക്കലുമില്ല. സത്യം പറ, നീ എന്താ ചെയ്തത്? ആനന്ദേട്ടാ, സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ ചെയ്യോ? ഒരിക്കലുമില്ല. ഞാനങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ല. ഇല്ല, ഇവരങ്ങനെ ചിന്തിക്കും. ശ്യാമയെ ഈ വീട്ടിലേക്ക് തിരിച്ച് വിളിച്ചപ്പോഴും വലിയ സ്നേഹം നടിച്ചപ്പോഴും ഇവരുടെ ക്രൂരത ഞാൻ മുൻപേ തിരിച്ചറിയണമായിരുന്നു. ഇല്ല, വെറുതെ പറയാ. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ആരാ അത് ചെയ്തത്? ആനന്ദേട്ടാ, എനിക്കറിയില്ല. സത്യം പറ, നീ എന്തിനാ അതിൽ വിഷം ചേർത്തത്? അയ്യോ ആനന്ദേട്ടാ, ആനന്ദേട്ടനെങ്കിലും എന്നെ വിശ്വസിക്കും. ഞാനങ്ങനെ ചെയ്ത അങ്ങനെ തന്നെ വേണം. അമ്മയ്ക്ക് അത് തന്നെ വരണം. ഇപ്പോ എന്നെ ഇഷ്ടമല്ല, ശ്യാമയല്ലേ ഇഷ്ടം. അനുഭവിക്കും. ആനന്ദേട്ടാ, ഞാൻ വേണ്ട, എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഈ ഒരു നിമിഷം ഞാൻ വെറുത്തുപോയി. എന്റെ ഭാര്യയെ ഞാൻ വെറുത്തുപോയി. നമുക്ക് പോവാം. പൊയ്ക്കോ, എന്റെ മോള് പൊയ്ക്കോ. ഇനി ഞാൻ നിന്നോട് ഇവിടെ നിൽക്കാൻ പറയില്ല. കൊലപാതകികളാ അവിടെ ഉള്ളത്. എന്റെ മോള് രക്ഷപ്പെട്ടു പൊയ്ക്കോ, വേഗം പൊയ്ക്കോ. ശ്യാമേ, വാ. എന്നോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ കുഞ്ഞിനെ കൊല്ലണോ അല്ലേ? ഇനി ഒരു നിമിഷം ഇവളെ ഈ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമില്ല. ഇറങ്ങടി. എടി, ഈ വീട്ടിന് പുറത്തിറങ്ങാൻ. ഇറങ്ങി എങ്ങോട്ടെന്ന് വെച്ചാ പോ. എടി, ഇറങ്ങി പോവാൻ. നീ താനെ പോകുന്നോ അതോ ഞാൻ നിന്നെ ഇവിടുന്ന് പിടിച്ചിറക്കി വിടണോ? ഇറങ്ങടി. എടി, ഇറങ്ങടി. നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഇറങ്ങി പോവാൻ. ഇറങ്ങി പോവാൻ പറഞ്ഞാൽ നീ പോവില്ലല്ലേ? എടി, ഇറങ്ങി പോടി. ഈ വീട്ടിൽ നിനക്കിനി ഒരു സ്ഥാനവുമില്ല. ഇറങ്ങി പോടി ഇവിടുന്ന്. എടി, എടി, ഇറങ്ങടി. നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഇറങ്ങി പോവാൻ. ഇറങ്ങി പോവാൻ പറഞ്ഞാൽ നീ പോവില്ലല്ലേ? ആദ്യേട്ടാ, പ്ലീസ്, എനിക്കൊരു അബദ്ധം പറ്റിയത്. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടരുത് പ്ലീസ്. അച്ഛ, ഞാൻ കാല് പിടിക്കാം. എന്നെ ഇറക്കി വിടരുത് പ്ലീസ്. അച്ഛ, പ്ലീസ് അച്ഛ.
എന്നെ പുറത്താക്കരുത്. വിട്. ഇല്ല, ഞാൻ വിടില്ല. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവില്ല. എന്നെ പറഞ്ഞു വിടല്ലേ അച്ഛ. ഐശ്വര്യന്റെ കാര്യം വിടാനാ പറഞ്ഞത്. എന്നെ കൊന്നാലും ഞാൻ വിടില്ല. അച്ഛൻ എന്നെ രക്ഷിക്കണം. അച്ഛാ, ഇതല്ല ഇവളുടെ അടവ. ഇനിയും ഇവളെ ഈ വീട്ടിൽ വെച്ചുകൊണ്ടിരുന്ന നമുക്ക് എല്ലാവർക്കും അവള് വിഷം കലക്കി തരും. അത് ഉറപ്പാ. ശരി, എഴുന്നേൽക്ക്. ഇല്ല, പറയുന്നേൽക്ക്. എഴുന്നേൽക്ക്. എന്നെ ഇവിടെ നിറക്കി വിട്ടാ ഞാൻ എവിടെ പോവാൻ അച്ഛ? പ്ലീസ് അച്ഛ, ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല. ഞാൻ ശ്യാമയോട് മാപ്പ് ചോദിക്കാം. ഞാനിനി ആവർത്തിക്കില്ല. ഉറപ്പായിട്ടും ഞാനിനി ഇത് ആവർത്തിക്കില്ല. മതി നിന്റെ അഭിനയം. നിന്നോടല്ലേ പറഞ്ഞ എഴുന്നേക്കാൻ? ഇറങ്ങി പോടി. പുറത്തു പോവാൻ ഈ വീട്ടിൽ സ്ഥാനമില്ല. ഇറങ്ങി പോടി ഇവിടുന്ന്. ഇറങ്ങി പുറത്തു പോവാൻ. ഇറങ്ങിപ്പോ. ഇറങ്ങി പോടി. ഇനി നീ വീട്ടിനകത്തേക്ക് കാലെടുത്ത് വെച്ചാ നിന്റെ ആ കാൽ ഞാൻ തല്ലി ഓടിക്കും. ഇറങ്ങിപ്പോടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങൾ ഒരുമിച്ച് പൂജ ചെയ്താലേ ഈ തറവാട്ടിലെ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടു. അങ്ങനെ വേണമെങ്കിൽ അത് വല്ല ഉടായ്പില് കൂടെ പറ്റും. ഏതായാലും അമ്മ വിഷമിക്കണ്ട, ഒരു വഴി ഒത്തുവരും. ജോത്സ്യം പറഞ്ഞതുപോലെ പൂജയും നടക്കും. ഞാൻ ഏറ്റു. അമ്മ ധൈര്യമായിട്ടിരുന്നോ. ഓ, ഗൂഢാലോചനയാ. കേൾക്കാം. എന്നാൽ അങ്ങനെ ആവട്ടെ മോളെ, പിന്നെ കാണാം. ആ മോളെ ഒന്നുകൂടെ ആലോചിക്കേ. ആ, ഒന്ന് നിന്നേ. തന്ത്രം മെനഞ്ഞു കഴിഞ്ഞോ? എന്ത് തന്ത്രം സാവിത്രി? ആ, മഞ്ഞപ്പിത്തുള്ളവര് നോക്കിയാല് എല്ലാം മഞ്ഞച്ചിരിക്കും. എന്തോന്നായിരുന്നടി ഇവിടെ കുതന്ത്രം? കുതന്ത്രോ? ആ, നീയും ആ നന്ദിനിയും കൂടി ഇവിടെ നിന്ന് എന്തോ രഹസ്യമായ പ്ലാൻ തയ്യാറാക്കായിരുന്നല്ലോ. എന്തായിരുന്നു ആ പ്ലാൻ എന്നാ ഞാൻ ചോദിച്ചത്. മറ്റുള്ളവര് സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നതേ യൂസ്ലെസ് ഫെലോകളാണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതേടി, ഞാൻ യൂസ്ലെസ് ഫെലോയാ. അതുകൊണ്ട് തന്നെ ചോദിക്കേ, എന്നെ എന്റെ മകനെ വാരിക്കുഴിയിൽ വീഴ്ത്താനുള്ള കോൺസ്പിറൻസി അല്ലേടി ഇവിടെ നടന്നത്? വാരിക്കുഴിയിൽ വീഴാൻ നിങ്ങൾ എന്താ കാട്ടാനാണോ? സത്യം പറഞ്ഞു, ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കും. കുതന്ത്രം, നല്ല പേര്. ആ കുതന്ത്രം ഇവർക്കിട്ട് പ്രയോഗിക്കാം. ആ, അതിന്റെ സത്യം ഞാൻ പറയട്ടെ. സത്യം പറയണം, സത്യമേ പറയാവൂ. ഇത് ഞാൻ പറയുന്നത് എനിക്ക് നിങ്ങളോട് സ്നേഹമൊന്നും ഉണ്ടായിട്ടല്ല. നിങ്ങൾ എന്തായാലും എന്റെ ACPയുടെ അമ്മയല്ലേ, അതാ. നീ കിടന്ന് ഡപ്പാങ്കൂത്ത് കളിക്കാതെ കാര്യം പറ. അതായത് മുത്തശ്ശി പ്രശ്നം വെപ്പിച്ചു നോക്കിയപ്പോ ഈ കുടുംബത്തില് എന്തോ വലിയ ആപത്തും ഒരു അപകടവും കാണുന്നുണ്ട്. അതിന് ആ, കുഞ്ഞ് ജനിച്ചതിന്റെ ദോഷമാണെന്നാ പ്രശ്നവിധിയിൽ തെളിഞ്ഞത്. അതിനാ ദോഷം മാറണമെങ്കിലേ ഞാനും ACPയും ഒരുമിച്ചിരുന്ന് പൂജ ചെയ്യണം. കൊള്ളാമല്ലോടി വിദ്യ. അങ്ങനെ നീയും കാർത്തികും ഒരുമിച്ചിരുന്ന് ഒരു പൂജ ഇവിടെ ചെയ്യണ്ട. ദേ,
അത് തന്നെയാ അവരും പറയുന്നത്. ഇളയച്ചനാണ് വലിയ നിർബന്ധം. ഈ പൂജ ചെയ്യാനേ അവരാരും തയ്യാറല്ലാന്ന്. അത് കൊള്ളാലോ. അവനെന്താ പൂജ ചെയ്യാത്തത്? ആ, അതിലവർക്ക് സന്തോഷമുള്ളൊരു കാര്യമുള്ളതുകൊണ്ട്. എന്ത് സന്തോഷം? ACPയുടെ കൊച്ചേ അച്ചമ്മക്കാലനാണെന്നാ പ്രശ്നം വിധി. അതിന്റെ 28 കെട്ടിന് മുൻപേ ആ കുട്ടിയുടെ അച്ഛന്റെ അമ്മ ഇടിവെട്ടേറ്റ് ചാവുന്ന ജോത്സ്യന്റെ പ്രവചനം. എന്റെ ദൈവമേ, ഇടിവെട്ടേറ്റുള്ള ദുർമരണം ഞാൻ ഇതുവരെ ലൈവായിട്ട് കണ്ടിട്ടില്ല. ആ, എന്തായാലും അത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവുന്നു. ദുഷ്ടേ, എന്റെ ദൈവമേ, ഇടിവെട്ടേറ്റെങ്ങാനും ചാവേണ്ടി വരുമോ? അയ്യോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കാത്തുനിന്ന് മുഷിഞ്ഞോ? സാറിന് വേണ്ടി കാത്തു നിൽക്കുന്നതിലൊക്കെ എനിക്ക് സന്തോഷേ ഉള്ളൂ. കാരണം ആ കാത്തിരിപ്പിനൊരു പ്രയോജനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, ഒടുവില് പോസിറ്റീവായ ഒരു ന്യൂസും ഉണ്ടാവും. ഓഫ് കോഴ്സ്. ഇപ്പോഴും അതുപോലെ ഒരു ന്യൂസ് അറിയിക്കാനാ ഞാൻ ഇന്ദ്രജിയോട് കാണണമെന്ന് പറഞ്ഞത്. എന്താ സർ? നിങ്ങൾക്ക് വളരെ സന്തോഷം തരുന്ന കാര്യം തന്നെ. ഇന്ന് കാർത്തികിനെ കാണാൻ DGP ചെമ്പകമംഗലം സന്ദർശിക്കും. നേരോ സർ? നേര് തന്നെ. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ കുറെ ദൂതന്മാരുണ്ട്. താങ്ക് യു സർ. ഞാൻ ഏൽപ്പിച്ച ഒരു ദൗത്യം സർ വളരെ ഭംഗിയായിട്ട് തന്നെ കൈകാര്യം ചെയ്തു. താങ്ക് യു. നിങ്ങളുടെ കാര്യം ഞാൻ എന്റെ ഒരു കാര്യമായിട്ട് തന്നെ എടുക്കുന്നത്. അതും അറിയാം സർ. ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ചെമ്പകമംഗലത്തേക്കൊന്ന് പോവും. DGPയുടെ കയ്യിൽ നിന്ന് കാർത്തിക് ഡിസ്മിസൽ ഓർഡർ വാങ്ങുന്നത് എനിക്ക് നേരിട്ടൊന്ന് കാണണം. അവന്റെ അഹങ്കാരത്തിന് കിട്ടിയ മനോഹരമായ ആ അടി എനിക്ക് കൺകുളിർക്കെ കാണണം. സത്യം പറഞ്ഞാൽ സ്ത്രീ പീഡനമാണ് കേസ്. സർവീസിൽ നിന്നുള്ള ഡിസ്മിസൽ മാത്രമല്ല, ജാമ്യമില്ലാ വകുപ്പാണ്. അകത്ത് കിടക്കേണ്ടി വരും. കിടക്കട്ടെ, കിടക്കണം. അവനെ ഞാൻ അഴിക്കുള്ളിൽ കിടത്തും. ഒരു പെണ്ണിന്റെ അനുവാദമില്ലാതെ അവളെ ബലമായി പിടിച്ച് പരസ്യമായി താലി കെട്ടുക, അവളെ അപമാനിക്കുക. ഇക്കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്റെ ആൾക്കാർ DGP അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ വിവരങ്ങൾ കൃത്യമായി അറിയാനും ആക്ഷൻ എടുക്കാനുമാണ് DGP നേരിട്ട് തന്നെ ചെമ്പകമംഗലത്തേക്ക് പോകുന്നത്. അവിടെ മീനാക്ഷിയെ സപ്പോർട്ട് ചെയ്യുന്നവരാ എന്റെ ബദ്ധശത്രുക്കള്. ആ നന്ദിനിയും രാജലക്ഷ്മി അമ്മയും. പക്ഷെ ഇക്കാര്യത്തിൽ എനിക്ക് കാർത്തിക്കിനെ ഒതുക്കണമെന്ന് തന്നെയാ എന്റെ വാശി. അതിന് കാരണം കാർത്തിക് ചെറുപ്പം മുതലേ അവരുടെ ആളായിരുന്നു. പക്ഷേ മീനാക്ഷി അങ്ങനെയല്ല. മാത്രമല്ല, മീനാക്ഷിയെ എന്റെ മകളായി എനിക്ക് കിട്ടണം. അവൾ എന്റേത് മാത്രം. കാർത്തിക് അകത്ത് കിടക്കണമെങ്കിലും അവന്റെ ജോലി പോകണമെങ്കിലും മീനാക്ഷിയുടെ മൊഴി പോലിരിക്കും. അവൾ DGPയോട് പറയണം തന്റെ അനുവാദമില്ലാതെ തന്നെ ബലമായി പിടിച്ച് താലി കെട്ടിയതാണെന്ന്. അവളങ്ങനെ മൊഴി കൊടുക്കുവോ? അതിനെന്താ സംശയം? അവൾക്കേറ്റ അപമാനത്തിന് അവൾ പ്രതികാരം വീട്ടാതിരിക്കോ? 100% അവൾ അവനെതിരായി മൊഴി കൊടുക്കും. എങ്കിൽ ACP കാർത്തിക് നേരെ ജയിലിലേക്ക്. ദുര്യോധനന് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്നത് പോലെ ഇന്ദ്രജിക്ക് ചെമ്പകമംഗലം ശത്രുക്കളുടെ വീട്. പക്ഷേ കണ്ണിന് ഇളനീർ കുഴമ്പ് പോലെ കുളിർമയേറിയ ആ കാഴ്ച കാണാൻ എനിക്ക് ചെമ്പകമംഗലത്തേക്ക് പോയല്ലേ പറ്റൂ. ഓൾ ദി ബെസ്റ്റ്. എങ്കിൽ ഇന്ദ്രജി പോയിട്ട് വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.